ഈ സത്യം ഞാൻ എവിടെയും പറയും. എന്റെ മോന്റെ നിരപരാധിത്വം തെളിയിക്കണം, തെളിയിച്ച് തന്നെ മാറണം. ഇവിടെ ശിക്ഷിക്കണം, ഇവിടെ കോടതിയിൽ ശിക്ഷിക്കണം, അവർക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം. ഒരിക്കലും മരിക്കാൻ പാടില്ല. നിന്റെ സഹോദരന് പറ്റിയതുപോലെ ഒരു പുരുഷന്മാരും ഇനി മരിക്കാൻ പാടില്ല. അത്രയ്ക്ക് വേദനയുണ്ട്. താത്താമാരും മക്കളും ഉമ്മാന്ന് പറഞ്ഞാൽ അവർക്ക് ജീവനാണ്. ഞങ്ങളൊക്കെ വിട്ടു പോയ എങ്ങനെ തോന്നിയിട്ട് ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. ഞങ്ങളെ കൊണ്ട് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല ഞങ്ങളെ സഹോദരൻ ഞങ്ങളെ വിട്ടിട്ട് പോയത്. നല്ലതുപോലെ പെരുമാറി ഇതുപോലെ ഒരു ബാലിനായ മനുഷ്യൻ നാട്ടിലില്ല. ഓരോ കുഞ്ഞും പറയും, 5 വയസ്സായ മക്കളും പറയും സുനിയതൊക്കെ നല്ലതാണെന്ന്. അങ്ങനെ ഒരു സഹോദരനെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത്. ഞങ്ങൾക്ക് നീതി കിട്ടണം. എന്റെ സഹോദരന്റെ മതത്തിന് അവർക്ക് ശിക്ഷ തന്നെ വായിക്കൊടുക്കണം. ഞങ്ങൾ എത്ര അറ്റം വരെയും പോകും. ആരെന്ത് പറഞ്ഞാലും ശരി, ഞങ്ങൾക്ക് അതിൻ്റെതായ തെളിവെല്ലാം ഞങ്ങളുടെ അടുത്തുണ്ട്. എന്റെ സഹോദരന് നീതി കിട്ടിയേ പറ്റൂ. എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി അനുകൂലിച്ച് നിൽക്കണം. ഒരു പെണ്ണ് മരിച്ചാൽ നിങ്ങൾ എല്ലാവരും കൂടി നിൽക്കും. ഒരു പുരുഷൻ മരിച്ചാൽ അതുപോലെ നിങ്ങൾ എല്ലാവരും നിൽക്കണം. ഇതുപോലെ ഇനിയൊരു പുരുഷൻ മരിക്കാൻ പാടില്ല. സ്ത്രീകളെ പീഡനം കാരണം നിങ്ങൾ എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യണം. എന്റെ സഹോദരന്റെ വിധി ഈ ലോകത്ത് ആർക്കും വരാൻ പാടില്ല. കാരണം അത്രയ്ക്ക് ഉമ്മായും സഹോദരങ്ങളെ നാട്ടുകാരെയും അവന്റെ ബന്ധുക്കളെ സ്നേഹിച്ച് ജീവിച്ച ഒരു വ്യക്തിയാണ്. അവർക്ക് ഈ അവസ്ഥ വന്നെന്ന് ഈ ലോകം വിശ്വസിക്കില്ല. എന്റെ കൊച്ചു ഉറങ്ങിയിട്ട് എത്ര ദിവസമായെന്ന് പറയാമോ മാമാരെ വേറെ ആടിന് കാരണം. അവൻ ഒരിക്കലും ഇത് പ്രതീക്ഷിച്ചില്ല. അവന്റെ മാമ ഈ അവസ്ഥ അവർ കാണുമെന്ന് വിചാരിച്ചിട്ട് എന്തെല്ലാം പറഞ്ഞറിയാമോ. ഞാൻ രാത്രി എന്റെ കൊച്ചിനെ ഞാൻ ഉറക്കുന്നത്. ഇന്നലെ വരെ അവൻ രാത്രി 2-3 മണിയായിട്ട് എന്റെ കൊച്ചു ഉറങ്ങിയില്ല. കാരണം അത്രയ്ക്ക് സ്നേഹമാണ് മാമാന്ന് വെച്ചാൽ. അങ്ങനെ ഒരു സഹോദരനെയും ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി നിൽക്കണം. ഞങ്ങൾ എന്റെ സഹോദരൻ നീതി വാങ്ങിച്ചു കൊടുക്കുക തന്നെ ചെയ്യണം. അത്രയ്ക്ക് വേദനയാണ് ഞങ്ങൾക്ക് ഞങ്ങളെ കൂടെ പുറമെ നഷ്ടപ്പെട്ടതിന്. ശനിയാഴ്ച രാവിലെ 2:45 വരെ അദ്ദേഹം സാമൂഹ്യ മാധ്യമത്തിൽ ഉണ്ടായിരുന്നു. ഭാര്യയോട് സംസാരിക്കുന്നതിന്റെ തെളിവുകളും സ്ക്രീൻഷോട്ടുകളും മറ്റും. അതിനുശേഷം ഞങ്ങൾ പോലീസിൽ അപ്രോച്ച് ചെയ്യുകയും മറ്റും ചെയ്തു. പക്ഷേ പോലീസുകാരുടെ കുറ്റമാണെന്ന് ഞാൻ പറയുന്നില്ല. പോലീസുകാർ പലപ്പോഴും പറയുന്നത് ഞങ്ങൾ എന്ത് ചെയ്യാനാണ്, അങ്ങനെ ഏതെങ്കിലും രീതിയിൽ ഒരു ആക്ഷൻ എടുക്കാൻ നമുക്ക് വകുപ്പില്ല. അപ്പൊ ആത്മഹത്യാ പ്രേരണയ്ക്കാണ് ഒരു വകുപ്പ് ഇട്ട് കുറ്റമരണം ചോദിച്ചു, അല്ലെങ്കിൽ ആ പെൺകുട്ടി അതിൽ പ്രതിയാക്കണമെന്ന് പറഞ്ഞത്. പക്ഷേ യാതൊരു കാരണവശാലും പോലീസിന്റെ ഭാഗത്തു നിന്ന് അനുകൂലമായ സമീപനം ഉണ്ടായിട്ടില്ല. പോലീസുകാരെ കുറ്റമായി പറയുകയല്ല, 2-3 ദിവസം പോലീസുകാരുടെ വന്നുപോലുമില്ല. ഞാൻ വീട്ടിലെത്തിയതിനു ശേഷം മംഗലപുരം പോലീസ് സ്റ്റേഷനിൽ ചെന്ന് അവിടുത്തെ പോലീസുകാരെ കാണുകയും സംസാരിക്കുകയും ചെയ്തു. എന്നിട്ടാണ് അടുത്ത ദിവസം ആ വീട്ടിലേക്ക് ചെന്നത് പോലും. അപ്പൊ യഥാർത്ഥത്തിൽ ഇന്ന് ഇതിനു ശേഷം DGPയെ കാണുകയും പരാതി കൊടുക്കുകയും ആത്മഹത്യാ പ്രേരണ അടക്കമുള്ള കാര്യങ്ങളിൽ കേസ് അന്വേഷണം അല്ലെങ്കിൽ ശക്തമായ അന്വേഷണം ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു. സുനീറിന് 29 വയസ്സാണ് പ്രായം. പുരുഷന്മാർക്ക് പലപ്പോഴും ഉണ്ടാകുന്ന യഥാർത്ഥത്തിലുള്ള ഇത്തരം വേദനകൾ, പ്രശ്നങ്ങൾ, വ്യാജ പരാതികൾ വരുമ്പോൾ അല്ലെങ്കിൽ അദ്ദേഹത്തെ അപമാനിക്കുമ്പോൾ തുടങ്ങിയ കാര്യങ്ങൾ സമൂഹത്തിൽ വേണ്ട രീതിയിൽ അഡ്രസ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതിന്റെ വലിയൊരു ദൃഷ്ടാന്തമാണ്, വലിയൊരു ഉദാഹരണമാണ് സുനീർ അടക്കമുള്ള ആൾക്കാർ. പെട്ടെന്ന് അതിന്റെ ഗ്രാവിറ്റി നിങ്ങൾക്ക് മനസ്സിലാണെങ്കിൽ ഒരു നിമിഷം തിരിച്ചൊന്ന് ആലോചിച്ച് നോക്കിയാൽ, മരിച്ചതൊരു ആയിരുന്നെങ്കിൽ ഈ ആത്മഹത്യ ചെയ്തൊരു പെൺകുട്ടിക്ക് ആത്മഹത്യയാണ്. അങ്ങനെയാണെങ്കിൽ ആ പുരുഷനെ അറസ്റ്റ് ചെയ്യുമായിരുന്നു, ഒരുപക്ഷെ അവരുടെ വീട്ടുകാരെ അറസ്റ്റ് ചെയ്യുമായിരുന്നു. മറുഭാഗത്തായതുകൊണ്ട് ഒരു രീതിയിലുള്ള ആക്ഷനോ ഒരു രീതിയിലുള്ള നടപടികളോ ഉണ്ടാകുന്നില്ല എന്നുള്ളത് വളരെ വേദനാജനകമായ ഒരു സത്യമാണ്. പുരുഷൻ മരിച്ചാൽ അങ്ങനെ ബോധർ ചെയ്യാൻ ആൾക്കാരില്ല എന്നുള്ളതാണ് നമ്മുടെ നാട്ടിലെ സത്യം. പോലീസുകാർ 2-3 ദിവസം എന്തെങ്കിലും അന്വേഷണം നടത്തി നോക്കിയ ഒരു സാധനം കാണിച്ചിട്ട് കേസങ്ങ് നിർത്തി അവസാനിപ്പിക്കാൻ പറയും. അപ്പൊ ഉമ്മയിൽ നിന്ന് തന്നെ കേൾക്കാം, എന്നിട്ട് അതിന്റെ ബാക്കി സാങ്കേതിക വശങ്ങൾ കൊടുക്കാം. ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല സന്തോഷമായിട്ടാണ് റൂമിൽ ചെന്ന് കിടന്നത്. എന്നിട്ട് എന്ത് സംഭവിച്ചതായിട്ട് എനിക്കറിയില്ല. രാത്രി ആ പെണ്ണുമായിട്ട് വിളിച്ച് ചാറ്റ് ചെയ്തെന്നാണ് അവൻ കത്തിൽ എഴുതിയിരിക്കുന്നത്. കത്തിൽ എഴുതിയിട്ടുണ്ട്, എല്ലാ തെളിവുകളും അവൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മോനിക്ക് നീതി കിട്ടണം, ഈ സത്യം എല്ലാം വെളിപ്പെടുത്തണം. എന്താണ് ഇത് സത്യം എന്നുള്ളത് വെളിപ്പെടുത്തി എൻ്റെ മോനിക്ക് നീതി കിട്ടണം. നീതി കിട്ടിയാലേ എനിക്ക് സമാധാനം കിട്ടുള്ളൂ. ഇത് സഹിക്കാൻ പറ്റില്ല. എൻ്റെ പൊന്നു മോനാണ് എന്നെ നോക്കണത്, എൻ്റെ ചെല്ല മോനാണ് എന്നെ നോക്കണത്. എൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കുന്നതും എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതും എല്ലാം എൻ്റെ മോനായിരുന്നു. എവിടെ കെട്ടിക്കൊണ്ട് വന്നിട്ടും എൻ്റെ മോനിക്കൊരു വിഷമം ഉണ്ടാവരുതെന്ന് പറഞ്ഞ് ഞാൻ അവളെ പൊന്നു പോലെയാണ് ഞാൻ നോക്കിയത്. അവൾക്കൊന്നിനും ഒരു ബുദ്ധിമുട്ടില്ല, ഒന്നിനൊരു ബുദ്ധിമുട്ടില്ല. അവളെ കോളേജിൽ ഞാൻ കൊണ്ടാക്കി വിളിച്ചുകൊണ്ട് വരും. അവൾ പറയുന്ന സാധനം അപ്പോഴും ഞാൻ വാങ്ങിച്ചു കൊടുക്കും. എന്നിട്ട് ഇവിടെ ഒരുപാട് നാടകങ്ങളൊക്കെ ഞങ്ങളെ വീട്ടിൽ വന്ന് കാണിച്ച്
എൻ്റെ മോനെ ഒരുപാട് ഭീഷണിപ്പെടുത്തി. കല്യാണം കഴിഞ്ഞപ്പോൾ 3-ന്റെ അന്നോട്ട് എൻ്റെ മോൻ വന്ന് എന്നെ ഉറങ്ങി കിടന്നപ്പോൾ വന്ന് വിളിക്കണം, അമ്മ പെട്ടെന്ന് വാ, അസിന് ബോധം ഇല്ലാതെ കിടക്കണം. എന്തിനാ ഇങ്ങനെ സംഭവിച്ചാൽ അത് എന്താ അമ്മ, എനിക്ക് അറിഞ്ഞുകൂടാ, അവൾക്ക് ബോധമില്ല. അങ്ങനെ അവൻ തട്ടി ഉണർത്തിയിട്ട് അവള് എണീച്ചപ്പോൾ അവളെ ഉമ്മാട്ട വിളിച്ചമ്മ രാത്രി വിളിച്ച് പറഞ്ഞ് അവൾ അങ്ങനെ തന്നെയാണ്, അവൾ ബോധമില്ലാതെ കിടക്കും, കുറച്ച് കഴിയുമ്പോൾ അത് ശരിയാവും. അവളെ സഹോദരനും പറഞ്ഞ് അളിയൻ പേടിക്കണ്ട, അവൾ പിന്നീട് ശരിയാവുന്നു. പക്ഷെ അതേ സംഭവം നിരന്തരം ആ റൂമിനകത്ത് നടന്ന് വരെയായിരുന്നു. അവൻ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞില്ല. അവസാനം ഒരു ദിവസം എൻ്റെ മോനെ അടിച്ച്, എൻ്റെ മുമ്പിലിട്ട് അടിച്ച് അവർ പ്രശ്നമായി. വീണ്ടും വെളിയിൽ എന്നെ വിളിച്ച് ഞാൻ ഓടിച്ചെന്നപ്പോഴത്തേക്ക് എൻ്റെ മുമ്പായിട്ട് അടിച്ച്. അങ്ങനെയാണ് അവളെ വീട്ടിൽ പോയിട്ട് അന്ന് അവളെ കൊണ്ടുവന്ന്, ഞങ്ങൾ പോയി കൊണ്ടുവന്ന് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്നതാണ്. ലാസ്റ്റ് വീണ്ടും ഇതിനെ ചൊല്ലി വീണ്ടും പ്രശ്നം ഉണ്ടായി. കോളേജിൽ പോയി അവള് കള്ളം പറഞ്ഞു. ഇവള് രാവിലെ 7 മണിക്ക് നമ്മളെ വീട്ടിൽ നിന്ന് ഇറങ്ങും, വൈകുന്നേരം 6 മണിയാകുമ്പോൾ നമ്മളെ വീട്ടിൽ തിരിച്ചു വരും. നീ എവിടെ പോയിട്ട് വന്ന അസിന? അത് ബസ് കിട്ടിയില്ല, ഞാൻ നടന്നാണ് വന്നത്, എനിക്ക് പറ്റിയില്ല, അങ്ങനെയാണ് ഇപ്പം വന്നെത്തിയത്. എനിക്ക് സംശയം ഉണ്ടായി. ഞാൻ കോളേജിൽ ഒരു ദിവസം 3 മണിക്ക് ഞാൻ കോളേജിൽ പോയിട്ട് കോളേജിനകത്ത് അവർ അപ്പോഴും വിട്ടില്ലായിരുന്നു. 4 കാലമായപ്പം വിടും. ആ സമയം വരെ ഞാൻ അവിടെ നിന്നിട്ട് അവളെ കണ്ടില്ല. കോളേജ് വിട്ട് അവളെ ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചിൻ്റെയൊക്കെ ആയിട്ട് അസിനെ വന്നില്ല കേട്ടോ. അസിനെ വന്നു എവിടെയെന്ന് എന്നിട്ട് ആ കൊച്ചുങ്ങൾ ഒന്നും പറയാതെ അങ്ങ് പോയി. അപ്പോൾ തന്നെ ഞാൻ ഫോൺ വിളിച്ചപ്പോഴത്തേക്ക് അവിടെ വന്ന് പള്ളിപ്പുറത്ത് നിൽക്കണം. ഞാൻ കേട്ട് നിന്റെ കോളേജിൽ ഞാൻ നിൽക്കിയില്ല, നീ എങ്ങനെ അവിടെ പോയി? അത് ഞാൻ മാഡത്തിൻ്റെ കൂടെ വന്നതാണ്, കേക്ക് ഓർഡർ ചെയ്യാൻ വന്നതാണ് എന്ന് പറഞ്ഞു. വീണ്ടും അവൾ കള്ളത്തനം പറഞ്ഞിട്ട് നീ കള്ളം പറയല്ലേ എന്ന് പറഞ്ഞിട്ട് എൻ്റെ എല്ലാം റെക്കോർഡുണ്ട്. കള്ളം പറയില്ലെന്നാണ് ഫോൺ അങ്ങ് വെച്ചിട്ട് എവള് വീട്ടിൽ വന്നു, ഞാനും വീട്ടിൽ വന്നു. എന്നിട്ട് ചോദിച്ചപ്പോഴത്തേക്ക് അവൾ ഒരുപാട് കള്ളത്തനം പറഞ്ഞു. ഞാൻ അവിടെ പോയി ഇവിടെ പോയി അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ കള്ളങ്ങളും പറഞ്ഞ് എന്നെ അടിക്കുക വരെ ചെയ്ത്. ആ രാത്രി അടിച്ച് വീണ്ടും അന്ന് രാത്രി മോൻ ഓട്ടം പോയിട്ട് വന്നപ്പോൾ വീണ്ടും അവൻ്റെ പ്രശ്നം ഉണ്ടാക്കി വീണ്ടും ഒരടി അവനെ അടിച്ചിട്ട് പിറ്റേന്ന് രാവിലെ എന്തോ പറഞ്ഞ് നല്ല കാര്യം പറഞ്ഞിട്ടാണ് അവളെ സമാധാനപ്പെടുത്തിയിട്ട് അവൻ വണ്ടി ഓട്ടം പോയി. നേരം വെളുത്തപ്പോൾ രാവിലെ ചായ ഇട്ട് കുടിച്ചിട്ട് ഇവൾ അവിടെ വീട്ടിനകത്തിരുന്ന് ഇവള് ഫോണിൽ സംസാരിക്കണം. രാവിലെ മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ സംസാരിക്കണം. ഞങ്ങൾ അറിയണില്ല, ഞാനോ എൻ്റെ മോനോ എൻ്റെ മോളോ അറിഞ്ഞിട്ടില്ല. ഇവിടെ ആർക്ക് വിളിക്കുന്നു, ആരെയും സംസാരിക്കണോ ഒന്നും ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. അവളെ ഞങ്ങൾ ആരും ഉപദ്രവിച്ചിട്ടുമില്ല. ഇത് സത്യമാണ് പറയുന്നത്, ആരും ഉപദ്രവിച്ചിട്ടില്ല. എവള് സ്വയം ആൾക്കാർക്ക് അതിന്റെ ഒരു കോണ്ടെക്സ്റ്റ് മനസ്സിലാകാനായിട്ട് ഇദ്ദേഹത്തിന്റെ ആത്മഹത്യാക്കുറിപ്പ് മരണമൊഴിയായിട്ട് കണക്കാക്കാൻ കഴിയുന്ന ആത്മഹത്യാക്കുറിപ്പിലും ഈ ഭാര്യ ഇദ്ദേഹത്തെ മർദ്ദിക്കുന്നതായിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് കായികമായ ശക്തി ഇല്ലാത്തതുകൊണ്ടല്ല, ക്ഷമിക്കുകയാണ്. അത് ഈ ആത്മഹത്യാക്കുറിപ്പിലടക്കം, പുള്ളിയുടെ ആത്മഹത്യാക്കുറിപ്പാണ് പോലീസുകാർക്കെല്ലാം കൈമാറിയിട്ടുണ്ട്. ആത്മഹത്യാക്കുറിപ്പിലടക്കം ഇത് മെൻഷനുണ്ട്. ഇപ്പോൾ മനസ്സിലാക്കുന്നത് വേറൊരു വ്യക്തിയുമായിട്ട് ബന്ധവും, അതാണ് അതിലെ ക്രക്സ്, വേറൊരു വ്യക്തിയുമായിട്ട് ബന്ധവും മറ്റും ഉണ്ടായിരുന്നു. ഇവർക്ക് ഈ ബന്ധത്തിൽ നിന്ന് താല്പര്യവും മറ്റും കുറവായിരുന്നു. അപ്പൊ അതിനെക്കുറിച്ച് പോലീസിലടക്കമുള്ള കംപ്ലൈന്റുകളും മറ്റും കൊടുത്തു. അതിൽ നിന്ന് രക്ഷപ്പെടാനൊക്കെയാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിൽ നാടകം കളിക്കുന്നത്. ഈ കുട്ടി സ്വന്തമായിട്ട് പിന്നീട് വെയിൽ മുറിക്കുകയാണെന്നൊക്കെ ഉള്ളൊരു നാടകവും മറ്റും കളിച്ചു. എങ്ങനെങ്കിലും ഈ വീട്ടിൽ നിന്നും ഈ കല്യാണത്തിനും പോകാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോ ഇതിനുവേണ്ടി യഥാർത്ഥത്തിൽ ആ ആണിനെ ബലിയാടാക്കുക. അപ്പൊ ഉമ്മയെ കായികമായി ആക്രമിക്കുന്നത്, ഭർത്താവിനെ കായികമായി ആക്രമിക്കുന്നത്, എങ്ങനെങ്കിലും ആ ബന്ധം പൊട്ടിക്കണമെന്നും തുടങ്ങിയ കാര്യങ്ങൾ വെളിയിൽ പോകണമെന്നുള്ളതാണ് യഥാർത്ഥത്തിൽ അതുള്ളത്. അപ്പോൾ ഇനി 2 വീഡിയോ ഉണ്ടെന്നോ, മർദ്ദിക്കുന്നതിന്റെ വീഡിയോ. ഈ പെൺകുട്ടി ഈ പുരുഷനെ അല്ലെങ്കിൽ കായികമായി ആക്രമിക്കുന്നതിന്റെ അടിക്കുന്നതിന്റെ വീഡിയോ അടക്കം ഇവരുടെ കയ്യിലുണ്ട്. ഇവർ ആ വീഡിയോ അടക്കം എടുത്തു വെച്ചിട്ടുണ്ട്. അയാൾക്ക് തിരിച്ചടിക്കാൻ കഴിയില്ലാത്തതുകൊണ്ടല്ല, പക്ഷെ നല്ല വീട്ടിൽ പറഞ്ഞുകൊണ്ടും നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടും അങ്ങനെ സ്ത്രീകളെ ബഹുമാനിക്കുന്നതുകൊണ്ടും തിരിച്ചടിക്കുന്നില്ല. പക്ഷെ ഈ പെൺകുട്ടി ഇയാളെ ആക്രമിക്കുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങളടക്കം ഇവരത് എടുത്തു വെച്ചിട്ടുണ്ട്. മറ്റൊരു വ്യക്തിയുമായിട്ട് ഈ പെൺകുട്ടി ചാറ്റ് ചെയ്യുന്നതാണ്. അമ്മ തന്നെ പറയുന്നു. പക്ഷെ ഞാൻ പറഞ്ഞ സ്ത്രീ അവളെ മൊബൈലിൽ നിന്ന് അവൻ നമ്പർ എടുത്ത് അവന്റെ കൂടെ കൂടെ ഉള്ള പയ്യൻ തന്നെ പറഞ്ഞ വർക്കലുള്ള ഒരു കൊച്ചുമായിട്ട് അവള് ചാറ്റ് ചെയ്യണ ഒരു പയ്യനുമായിട്ട് എന്നവന്റെ പറഞ്ഞപ്പോൾ അവനിക്ക് വിഷമം തോന്നി. അവൻ ആദ്യമൊക്കെ മിണ്ടിയില്ല. പിന്നെ അവൻ ആ അക്കൗണ്ടിൽ കയറി നോക്കിയപ്പോൾ നോക്കിയപ്പോൾ കറക്റ്റായി എല്ലാം ഇവളെന്തൊക്കെ സംസാരിച്ചിട്ടുണ്ടോ വിളിച്ചിട്ടുണ്ടോ എല്ലാം ആ വീഡിയോയിൽ അവൻ കണ്ടു. അപ്പോഴത്തേക്കും അവന്റെ മനസ്സ് അന്നേരം നമ്മൾ എന്തെങ്കിലും ചെയ്യുമെന്നാണ് വിചാരിച്ചത്. അവൻ പിടിച്ചു നിന്ന്. എന്നിട്ട് രാവിലെ അവിടെ പോയി ചോദിച്ചിട്ട് അവളൊന്നും ഏറ്റില്ല. പിന്നെ അവള് പെറ്റീഷൻ കൊടുത്തപ്പോഴത്തേക്ക് അവിടെ വിളിപ്പിച്ച് കാര്യം പറഞ്ഞു. അവൾ അവിടെയും സ്റ്റേഷനിൽ ഏറ്റില്ല. കൊടുക്കുക ആ SI
ആ പയ്യനെ വിളിപ്പിച്ചപ്പോഴത്തേക്ക് ആ പയ്യൻ സമ്മതിച്ച്. ഇവള് പറഞ്ഞിട്ടാണ് ഞാൻ വിളിച്ചത്. ഈ മെസ്സേജ് എത്രയും ഞാൻ തന്നെയാണ് ഇട്ടത്, അവളും എനിക്ക് മറുപടി തന്നിട്ടുണ്ട് എന്ന് സമ്മതിച്ച്. SI പറഞ്ഞ് ഇതൊക്കെ കേട്ട് ഈ മെസ്സേജ് കേട്ടപ്പം ആ SI എന്നാ എനിക്ക് തലയ്ക്ക് ഭ്രാന്തെടുക്കണം, നിങ്ങൾ ഇവിടെ നിന്ന് കൊണ്ടുപോയി, നിങ്ങൾ കോടതിയിൽ പോയി, എനിക്കിത് പരിഹരിക്കാൻ പറ്റില്ല, നിങ്ങൾ കോടതിയിൽ പോയി എന്ന് പറഞ്ഞ് ആ ചെറുക്കനെയും പറഞ്ഞു വിട്ട് ഞങ്ങളെയും പുറത്തിറക്കിയതിന് ശേഷമാണ് വീണ്ടും ഈ പോലീസുകാരൻ എൻ്റെ അടുത്ത് മര്യാദയില്ലാതെ സംസാരിച്ച്. ഞാൻ വിചാരിച്ച് നാണക്കേടല്ലേ, നമ്മൾ അവിടെ നിന്നൊരു വിഷയം ഉണ്ടാക്കണ്ട, എൻ്റെ മോനിക്കും താങ്ങാൻ പറ്റൂല അതുകൊണ്ട് ഞാൻ അവിടെ പറഞ്ഞില്ല. ഇവള് വീണ്ടും പിറ്റേന്ന് വനിതാ കോടതിയിൽ പോയി. അവിടെ പരാതി കൊടുത്തപ്പോഴത്തേക്ക് അവർ ഞങ്ങളെ വിളിപ്പിച്ച് പിറ്റേന്ന് രാവിലെ വണ്ടി ഒതുക്കിയിട്ടിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയി. ഇവള് പറഞ്ഞ പരാതിയിൽ ഓർത്ത് ഞങ്ങളെല്ലാം പറഞ്ഞ് സംസാരിച്ച് തെളിവ് സഹിതം അവരെ കാണിച്ച് ആദ്യത്തെ ദിവസം. അങ്ങനെ അവിടെ തെളിവ് സഹിതം അവിടെ കാണിച്ചപ്പോൾ അവരും പറഞ്ഞ് അത് ശരി തന്നെ ഇരിക്കട്ടെ, അവിടെ ഉള്ള വക്കീൽ പറഞ്ഞതാണ്, നിങ്ങൾ കേസ് കോടതിപരമായി പോകണം, അല്ലെങ്കിൽ നിങ്ങൾ പള്ളിപരമായി പോകണം, എന്നാലും നിങ്ങൾ കോടതിയിൽ വന്നേ പറ്റൂ, അത് കോടതി വഴി കേസെടുക്കും, ഇല്ലാത്തതൊക്കെ ഞങ്ങൾ ചേർത്ത് എഴുതും. അപ്പോൾ എൻ്റെ മോൻ പറഞ്ഞു ശരി, നിങ്ങൾ എഴുതുമെങ്കിൽ എഴുതി, കോടതിയിൽ വേണമെങ്കിൽ ഞാൻ വരാം, എന്നെ ജയിലിൽ കിടത്തുമെങ്കിൽ ഞാൻ കിടക്കാം. അങ്ങനെ തയ്യാറായ മോൻ ഇതെങ്ങനെ ഇത് സംഭവിച്ചതായിട്ട് എനിക്ക് അറിഞ്ഞൂടാ. അവനിക്ക് വേണ്ടാന്ന് തന്നെയാണ് അവൻ പറഞ്ഞുകൊണ്ടിരുന്നത്. എങ്ങനെ ഇത് സംഭവിച്ചതായിട്ട് എനിക്ക് അറിഞ്ഞൂടാ. അത് നിമിഷോട് സംഭവിച്ച. അതിൻ്റെ പിറ്റേന്ന് നമ്മൾ വനിതാ സെല്ലിൽ പോയി. വനിതാ സെല്ലിൽ പോയി അവിടെയും പരാതി കൊടുത്തു. അവിടെ ഇതെല്ലാം ചോദിച്ചു. അപ്പോഴും ഈ തെളിവ് അത്രയും കാണിച്ചപ്പോൾ എവിടെ തന്നെയാണ് അവർ വഴക്ക് പറഞ്ഞിട്ട് പറഞ്ഞു അവർക്ക് ഉരുപ്പടി വേണമെന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു ഉരുപ്പടിയൊന്നും വാങ്ങിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ഇല്ല, അവർക്ക് 8 പവൻ്റെ 10 പവൻ്റെ 15 പവൻ്റെ ഉരുപ്പടിയൊക്കെ അവിടെ പറഞ്ഞു. അവർ പറഞ്ഞു നിനക്ക് ഉരുപ്പടിയാണെങ്കിൽ നീ കോടതിയിൽ പോകും, ഞങ്ങളെ ഇവിടെ നിന്ന് വാങ്ങിച്ച് തരാനുള്ള ഒരു നിയമമില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പറഞ്ഞു വിട്ട്. പിന്നെ ഈ പയ്യന്റെ കാര്യം അത് അവിടെ അവർ ചോദിച്ച് വനിതാ സെല്ലിൽ ഇതെടുക്കാൻ വേണ്ടി പറയൂല റിപ്പോർട്ട് എടുക്കാൻ. അത് പറഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ ആദ്യം സമ്മതിച്ചില്ല. അവർക്കറിയാം, അവിടുത്തെ പോലീസുകാർക്ക് അറിയാം. ഇവിടെ ആദ്യം സമ്മതിച്ചില്ല. ഇവർക്ക് സ്വർണത്തിന്റെ ഇത് കാണണമെന്ന് പറഞ്ഞ് എന്ത് ചെയ്തെന്ന് അറിയണം എന്നൊക്കെ അവിടെ അവരുടെ മുമ്പിൽ സംസാരിച്ചിട്ടേക്ക് കാണിച്ചു കൊടുത്തു. ഇത് ഇന്നതൊക്കെയാണെന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്തപ്പോഴും അവർ ഉടനെ ഇത് മൊബൈൽ ഇതിന് എന്തോന്ന് എടുക്കുമല്ലേ, കോൾ എടുക്കണം, സൈബർ സെല്ലിൽ അവർ കൊടുത്തപ്പം പറഞ്ഞു എൻ്റെ മോൻ അവൾ സമ്മതിക്കില്ല. അങ്ങനെ വീണ്ടും അവർ നിർബന്ധിച്ച് കൊടുത്ത് എടുക്കാൻ പോയപ്പോൾ എൻ്റെ മോൻ അവളെ അക്കൗണ്ടിൽ കയറി എടുത്തത് കൊണ്ട് കിട്ടാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഞങ്ങൾ നേരെ പള്ളിപരമായി പോയി. പള്ളിക്കകത്ത് വന്ന് നടന്ന സംഭവം ദുനിയാവിലെ ഒരു മനുഷ്യരും ചെയ്യാത്ത ദ്രോഹമാണ് അവിടെ കാണിച്ചു കൂട്ടിയത്. എൻ്റെ മോനെ ഞങ്ങളെ അടിച്ചില്ലെന്നേ ഉള്ളൂ. എന്നിട്ട് പ്രസിഡന്റ് സെക്രട്ടറി ഒക്കെ പറയുന്നു നിങ്ങൾ വെളിയിൽ ഇറങ്ങും, ഞങ്ങളെ ജമാത്താണ്, ഇങ്ങനെയൊന്നും സംസാരിക്കാൻ പാടില്ല. എന്നിട്ട് ആ കൊച്ചും അവളെ ഉമ്മായും സഹോദരനും ഉപ്പുപ്പായും മാമായും ഒക്കെ വേണ്ടിയ പ്രശ്നം ഉണ്ടാക്കി. അവിടെ അടി വരെ നടക്കാറായി. എന്നിട്ടും പള്ളിക്കാർ പറഞ്ഞു നിങ്ങൾ പുറത്തിറങ്ങും നടത്തി ഇറങ്ങി. അവള് ഉമ്മായും മോളും താഴെ ഇറങ്ങി വന്നപ്പോൾ എൻ്റെ മോൻ്റെ ബൈക്ക് അവിടെ ഇരിക്കുന്നുണ്ട്. ആ ബൈക്കിനെ ചവിട്ടി എറിയാൻ പോണോ, ആ പെട്രോൾ ടാങ്ക് പൊട്ടിച്ച് കത്തിയിടാന്ന് മോൻ്റെ പറയണു. തള്ളയും മോനും കൂടെ വേണ്ടിയ പ്രശ്നം അവിടെ. അപ്പൊ ആൾക്കാരൊക്കെ ഓടിക്കൂടാൻ നേരത്തെ ഇവള് മോനെയും വിളിച്ച് സ്കൂട്ടിയിലും മക്കളുമായിട്ട് എപ്പോഴും ഓടിക്കളഞ്ഞ അവിടെ നിന്ന്. പിന്നെ അവനെ സമാധാനപ്പെടുത്തി. ഇവരെല്ലാവരും ഈ സമാധാനപ്പെട്, നമുക്ക് വേണ്ട, നമുക്കത് ഒഴിച്ചു വിടാം എന്ന് പറഞ്ഞ് സമാധാനപ്പെട്ടാണ് വീട്ടിൽ പോകണം. ഇത് അദ്ദേഹത്തിന്റെ ആത്മഹത്യാക്കുറിപ്പിലെ മരണമൊഴിയിലെ പക്ഷെ ഒരുപാട് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അത് നമ്മൾ പോലീസിന് കൊടുക്കുന്നുണ്ട്, നമ്മുടെ മാധ്യമങ്ങളും പുസ്തകങ്ങളും വായിക്കേണ്ട കാര്യമാണ്. എന്റെ മരണശേഷമെങ്കിലും എന്റെയും എന്റെ കുടുംബത്തിന്റെയും നിരപരാധിത്വം തെളിയണം. എന്നിൽ നിന്നും പണം തട്ടിയെടുക്കാൻ നോക്കുന്നതാണ്. അതായത് ഇദ്ദേഹത്തിനെതിരെ വ്യാജ പരാതികളും മറ്റും കൊടുത്ത് എന്നിൽ നിന്ന് പണം തട്ടിയെടുക്കാൻ നോക്കുന്നതാണ്. എന്റെ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കൊടുത്തേനെ, പക്ഷെ എന്റെ കയ്യിൽ ഇല്ല. അതായത് പലപ്പോഴും ഇവർ ഇല്ലാത്ത കാര്യങ്ങൾ, കൂടുതൽ സ്വത്തുണ്ട്, ഉരുപ്പടി ഉണ്ടെന്നൊക്കെ പറഞ്ഞു. ഇത് അവസാനം അദ്ദേഹം പറയുന്നത് ഞാൻ മരിച്ചു കഴിഞ്ഞെങ്കിലും എനിക്കിത് നീതി കിട്ടണം, ഇത് അന്വേഷിച്ച് തക്കതായ ശിക്ഷ അവർക്ക് വാങ്ങിക്കൊടുക്കണം എന്ന അപേക്ഷയാണ് എനിക്കുള്ളത്. ഇത് ഒരു പുരുഷന്റെ അല്ല, ഒരുപാട് പുരുഷന്മാരുടെ നിസ്സഹായമായ അവസ്ഥയാണ്. ഇത് സംഭവിച്ചിട്ട് ഒരുപാടൊന്നുമല്ല, കഴിഞ്ഞ ആഴ്ച മാത്രം ഇത് സംഭവിച്ചത്. നമുക്ക് ഒരാഴ്ചയിൽ കുറെ ആയിട്ടുള്ളൂ. അതായത് ഒന്നും ചെയ്യാനില്ല. അതായത് ഞാൻ പോലീസ് സ്റ്റേഷന്റെ പേരും കൂടെ എടുത്ത് പറയും, മാറ്റി പറഞ്ഞു, മംഗലപുരം അടക്കമുള്ള പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരടക്കം ഒരു പെൺകുട്ടി പരാതി പറയുമ്പോൾ അതെല്ലാം സത്യമാണ് എന്നുള്ള തെറ്റിദ്ധാരണയിൽ പയ്യനെയും പയ്യന്റെ വീട്ടുകാരെയും
എന്താ പറയുക, വേട്ടയാടുകയാണ്. ഈ പെൺകുട്ടി പറയുന്നത് കള്ളമാണോ സത്യമാണോ എന്നൊന്നും പോലീസുകാർ അന്വേഷിക്കുന്നില്ല. പെൺകുട്ടി പറയുന്നതല്ല അപ്പം ശരിയാണ് എന്ന് പറയുന്നുള്ള മുൻവിധിയാൽ ആൾക്കാർ ഇത് പെരുമാറുകയാണ്. ഇത് മരണമൊഴിയായിട്ട് എടുക്കണം. ഇത് ആത്മഹത്യാക്കുറിപ്പാണ്. അതുകൊണ്ട് തന്നെ മരണമൊഴിയുടെ നിയമസാധുതയുണ്ട്. മരണശേഷമെങ്കിലും എനിക്ക് നീതി കിട്ടണം എന്നൊരാള് എഴുതി വെച്ചിട്ട് അദ്ദേഹം ആത്മഹത്യ ചെയ്യുകയാണ്. വ്യാജ പരാതികൾ, നിരന്തരമായ പീഡനങ്ങൾ. എന്നിട്ട് ദൗർഭാഗ്യവശാൽ ഈ പെൺകുട്ടി ഈ ആത്മഹത്യക്ക് ശേഷം ഒരു യൂട്യൂബ് ചാനലിലോ ഡിജിറ്റൽ മീഡിയയിലോ ഇരുന്ന് ഈ മരിച്ച ആളെ കുറിച്ചും പുള്ളിയെ കുറിച്ചും ഒക്കെ അല്ലെങ്കിൽ ഇവരുടെ വീട്ടുകാരെ കുറിച്ച് എന്താ പറയുക ചീത്ത പറയുകയാണ്. അവസാനം അവർക്ക് ആ വീഡിയോയ്ക്ക് ഒരുപാട് നെഗറ്റീവ് കമന്റ്സും മറ്റും വന്നത് കാരണം ആ പ്രത്യേക ചാനൽ ആ വീഡിയോ ടേക്ക് ഡൗൺ ചെയ്തു. കാര്യം കേൾക്കുന്ന ആൾക്കാർക്ക് മനസ്സിലായി. അതായത് ആ കുട്ടിക്ക് ഇപ്പം ഒരുപക്ഷെ പരാതിയോ മറ്റോ പോവുകയാണെങ്കിൽ ഒരു ഡിഫൻസ് എടുക്കുകയാണ് ആദ്യമേ. ഈ രീതിയിൽ 100% കള്ളപ്പരാതികൾ കൊടുത്ത് 100% ആ പയ്യനെ മാനസികമായി പീഡിപ്പിച്ച് ഇല്ലാത്ത കാശ് തട്ടിയെടുക്കാൻ നോക്കുന്നതിന്റെ ഭാഗമായിട്ട് ഒരു വ്യക്തി ആത്മഹത്യ ചെയ്യാൻ. ഇതിന്റെ പ്രശ്നം അത് അടുത്തതാണ് മീഡിയക്കാർ അഡ്രസ് ചെയ്യേണ്ട പ്രശ്നം. ഇത് പോലീസുകാരോട് പറയുമ്പോൾ പോലീസുകാർ പറയുന്നത് ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ലെന്നാണ്. ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല. എന്ത് ചെയ്യാനാണ്? പെൺകുട്ടിയായിരുന്നെങ്കിൽ തിരിച്ച് ഇമ്മീഡിയറ്റ്ലി പയ്യനെ അറസ്റ്റ് ചെയ്യാം, വീട്ടുകാർക്കെതിരെ അന്വേഷണം ഉണ്ടാകാം. ആണായതുകൊണ്ട് നമുക്ക് നമ്മുടെ കൈകൾ ബന്ധിതമാണ്, ഒന്നും ചെയ്യാനില്ലെന്നാണ്. ഇപ്പൊ ബഹുമാനപ്പെട്ട DGPയെ കണ്ട് ബാക്കിയുള്ളവരെ കണ്ട് ഇതിന്റെ പരാതി വളരെ ഡീറ്റെയിൽ ആയിട്ട് പരാതി, അതിനോടനുബന്ധമായ തെളിവുകൾ, ഡോക്യുമെന്റ്സ്, ഇത്തരം കാര്യങ്ങൾ നമ്മൾ കോപ്പി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇന്ന് DGPയെ കാണുന്നുണ്ട്. ഞങ്ങൾ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശന്റെ ഓഫീസിലും ഏതെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട മന്ത്രി അടക്കമുള്ളവരുടെ സമയവും ചോദിച്ചിട്ടുണ്ട്. ഈ വരും ദിവസങ്ങളിൽ എപ്പോഴെങ്കിലും അവരെ പോയി കാണാൻ. ഈ വിഷയം പൊതുസമൂഹം സീരിയസ് ആയിട്ട് എടുക്കണം. സ്ത്രീകൾ ആത്മഹത്യ ചെയ്യുന്നതിന്റെ 1.5 ഇരട്ടി പുരുഷന്മാർ ഈ നാട്ടിൽ ആത്മഹത്യ ചെയ്യുന്നുണ്ടെന്നുള്ള തിരിച്ചറിവ് വേണം. ആ തിരിച്ചറിവിൽ ഓരോ 4 മിനിറ്റിലും ഒരു പുരുഷൻ ആത്മഹത്യ ചെയ്യാന്നുള്ള തിരിച്ചറിവ് പലപ്പോഴും ഇല്ല. നമ്മുടെ പൊതുസമൂഹം അതിനെ ലഘുവായിട്ടാണ് കാണുന്നത്. ഇതിപ്പോ നിങ്ങൾ ഇത് അറിയുന്നത് എന്തുകൊണ്ടാണ്? നമ്മളിത് ഒന്ന് പറയുന്നുണ്ടാ, അല്ലെങ്കിൽ വേറെ നിങ്ങൾ എങ്ങനെ അറിയാൻ പോകും? ഒരുപാട് പേരെങ്ങനെ പോകുന്നുണ്ടോ? പോലീസുകാർ കൂടി വന്നാൽ കുറെ ആത്മഹത്യകളുടെ കൂട്ടത്തിലൊരു ആത്മഹത്യ എന്ന് പറഞ്ഞ് എഴുതിക്കണം.